ഹായ് എവ്രി വൺ ഹാപ്പി ഗുഡ് ഈവനിങ് ദീപയാണ് കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഓഫീസിൽ നിന്ന് ടൂറ് പോയിട്ടുണ്ടായിരുന്നേ. ഊട്ടിയിലേക്കാണ് പോയത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ആകെ ഊട്ടിയിലും കൊടൈക്കനാലിലും മാത്രമേ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹണിമൂൺ ഊട്ടിയിലായിരുന്നു. അതിനുശേഷം ഓഫീസിൽ നിന്നും ഒരുപാട് പ്രാവശ്യം ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ആയപ്പോൾ എത്തി. അവിടുന്ന് ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് പായിക്കര ബോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റിൽ പോയി. അതിനുശേഷം വന്ന് ലഞ്ചൊക്കെ കഴിച്ച് രാത്രി ആയപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുഞ്ഞ് DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി മഴയുടെ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം അത് വേഗം വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ടീ ഫാക്ടറിയിലേക്കാണ്. ഈ ടീ ഫാക്ടറിക്കുള്ളിലേക്ക് വരുമ്പോഴേ തേയിലയുടെയൊക്കെ നല്ലൊരു മണം. നമുക്കൊരു സ്ട്രോങ് ടീ കുടിക്കാൻ തോന്നും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചായ തരുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ആ ചായ കുടിച്ചു. എന്തെന്നില്ലാത്തൊരു മെൻ്റൽ റിഫ്രഷ്മെൻറ്റ് തോന്നി കേട്ടോ അത് കുടിച്ചപ്പോൾ. പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നു. ബ്രൊക്കോളി, ക്യാരറ്റ്, ലെച്ചൂസ് അങ്ങനെ. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഞങ്ങളൊരു 200 വർഷം പഴക്കമുള്ള ഒരു സ്റ്റീഫൻ ചർച്ചിലേക്ക് വന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. ഞാൻ ആദ്യമായിട്ടാണ് സെമിത്തേരി കാണുന്നത്. ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് പല പല ഷേപ്പിലൊക്കെ കാലിൻ്റെ ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ടാണ്. ഊട്ടിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ ചർച്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ കർണാടക ഗാർഡനിലേക്കാണ് പോയത്. ഇതും ഞാൻ കണ്ടിട്ടില്ല ഈ സ്ഥലം. ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതും ആദ്യമായിട്ടാണ്. ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ചുമ്മാ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് രാത്രി ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാലേ, നമ്മൾ ഒരു സ്ഥലം തന്നെ എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കാത്തതിനൊരു കാരണമുണ്ട് കേട്ടോ. ആരൊക്കെയോ പറഞ്ഞിട്ടുള്ളത് പോലെ യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല, കൂടെയുള്ള മനുഷ്യരാണ്. അത് വളരെ സത്യമാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ്.